മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് കൊടിയിറങ്ങി. സമാപന സമ്മേളനത്തിൽ വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് തിരുവള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് കാനാടിക്കാവ് സാന്ത്വനം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മഠാധിപതി ഡോക്ടർ കെ വിഷ്ണുഭാരതി സ്വാമി നിർവഹിച്ചു. യുവധാര മുഖമാസികയുടെ YNF ജില്ലാതല മത്സരത്തോടനുബന്ധിച്ച് നടത്തിയ ജില്ലാതല നാടൻപാട്ട് മത്സരത്തിൽ DYFI ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ എഗർ കലാസംഘം ആറാട്ടുപുഴ ജേതാക്കളായി. വിശദമായ വാർത്തകളിലേക്ക്. പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് കൊടിയിറങ്ങി. സമാപന സമ്മേളനത്തിൽ വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മികച്ച കവിതാ സമാഹാരത്തിനുള്ള പ്രഥമ ഡോക്ടർ പി നാരായണൻകുട്ടി സ്മാരക പുരസ്കാരം കടൽ കടന്ന കറിവേപ്പുകൾ എന്ന സമാഹാരത്തിന് ശ്രീകാന്ത് താമരശ്ശേരിക്ക് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ സമ്മാനിച്ചു. ഐവറി MN വിജയൻ പുരസ്കാരം തൃശൂർ ആസ്ഥാനമായ സാമൂഹ്യ പ്രവർത്തന പ്രസിദ്ധീകരണ കൂട്ടായ്മയായ ജാഗ്രതയുടെ കേരളീയത്തിനു വേണ്ടി A റോബിനും സംഘവും MK ആനന്ദിൽ നിന്ന് ഏറ്റുവാങ്ങി. ഐവറി ബുക്സ് സുകുമാർ അഴീക്കോട് പുരസ്കാരം കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ നിന്നും ജീവിതത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുവന്ന യുണൈറ്റഡ് നേഷൻസ് വനിതാ അംബാസിഡറായ എവിറ്റ എലിസബത്ത് സ്റ്റീവൻസനു വേണ്ടി ഹുസൈഫ ഫക്രുദ്ദീനും ഏറ്റുവാങ്ങി. 25,000 രൂപയും കരിങ്കൽ ശില്പവും അടങ്ങുന്നതാണ് ഐവറി ബുക്സ് MN വിജയൻ സുകുമാർ അഴീക്കോട് പുരസ്കാരങ്ങൾ. സമാപന സമ്മേളനത്തെ തുടർന്ന് TM കൃഷ്ണയുടെ കർണാടക സംഗീത കച്ചേരിയും അരങ്ങേറി. സമാപന സമ്മേളനത്തിൽ ടൈംസ് നെറ്റ്വർക്ക് MD MK ആനന്ദ് അധ്യക്ഷനായി. എഴുത്തുകാരായ സുഭാഷ് ചന്ദ്രൻ, കൽപ്പറ്റ നാരായണൻ, വാദ്യകലാ വിദഗ്ധൻ പെരുവനം കുട്ടന്മാരാർ, വൈദ്യരത്നം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ET യദു നാരായണ മൂസ്, സർവമംഗള ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ അജയകുമാർ, ഫെസ്റ്റിവൽ ഡയറക്ടർ രാജീവ് മേനോൻ, ശ്രീലകം ലൈഫ് ലോഗ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ CV കൃഷ്ണൻ, ബോട്സ്വാനയിലെ ചോപ്പീസ് ഗ്രൂപ്പ് സ്ഥാപകൻ രാമചന്ദ്രൻ ഒറ്റപ്പത്ത്, UAയിലെ ഒയാസിസ് ഗ്രൂപ്പ് MD വേണുഗോപാല മേനോൻ, ഐവറി ബുക്ക് CEO പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് തിരുവള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് കാനാടിക്കാവ് സാന്ത്വനം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മഠാധിപതി ഡോക്ടർ കെ വിഷ്ണുഭാരതി സ്വാമി നിർവഹിച്ചു. തിരുവള്ളാട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ആദരണ സന്ധ്യാ ചടങ്ങും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനകൾക്ക് ധനസഹായവും നൽകുന്ന പുണ്യകർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഈ പുണ്യകർമ്മത്തിൻ്റെ ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളു. മനുഷ്യൻ 4 ധർമ്മം ആചരിച്ച് ജീവിക്കണം. സത്യം, ദയ, ദാനം, തപസ്. സത്യം പറയണം, ദയുള്ള മനസ്സുണ്ടാവണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. തപസ് വന്നു വെച്ചാൽ ഈശ്വര പ്രാർത്ഥന, ഈശ്വര ധ്യാനം ചെയ്യണം. ഇതൊക്കെയാണ് മനുഷ്യൻ ആചരിക്കേണ്ട മഹത്തായ ധർമ്മങ്ങൾ. പല വ്യഞ്ജനങ്ങളും അടങ്ങിയ ഭക്ഷ്യക്കിറ്റ് മാസം തോറും നൽകുന്നതിനുള്ള കാനാടിക്കാവിൻ്റെ സ്വാന്തനം പദ്ധതി ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്നു. താന്നി പഞ്ചായത്തിലെ നിർധനരായ കിഡ്നി ക്യാൻസർ രോഗബാധിതരുടെ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണമാണ് സാന്ത്വനം പദ്ധതിയിലൂടെ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ മണപ്പുറം ഗ്രൂപ്പ് MD VP നന്ദകുമാറിനും ചെന്നൈ ശബരി ഗ്രൂപ്പ് ചെയർമാൻ ശശികുമാറിനും ചലച്ചിത്ര താരം നന്ദുവിനും കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ഇതുപോലെ ഒരു ആദരവ്, അതും വിഷ്ണുമായ സ്വാമിയുടെ മുമ്പിൽ നിന്ന് ഒരു അനുഗ്രഹമായിട്ട് ഞാനത് വാങ്ങിക്കുന്നു. വളരെ സന്തോഷം. ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ സിനിമയുടെ കഥയോ തമാശയോ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. കാര്യം നമ്മൾ പണ്ട് മുതലേ പഠിച്ചത് പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനം ഇതതിനായി വരേണമിക കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി എഴുതുന്നു കേൾപ്പു ഹരിനാരായണായ നമ. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നില്ല, ഭഗവാന്റെ നാമം ചൊല്ലിയിട്ട് ഞാൻ
ഇവിടുന്ന് പടിയിറങ്ങും. ഓം നമ ശിവായ ശിവായ നമഃ ഓം. 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 ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ സംഘടനകൾക്കുള്ള കാനാടിക്കാവ് ട്രസ്റ്റിന്റെ ധനസഹായ വിതരണം ഡോക്ടർ കെ വിഷ്ണുഭാരതി സ്വാമികൾ നിർവഹിച്ചു. ആലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ CCTV അടക്കം ഒരുക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രസ്റ്റ് മെമ്പർമാരായ സൈലേഷ് കാനാടി, സൈജു കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി, കൃഷ്ണരാജു കാനാടി എന്നിവർ പങ്കെടുത്തു. പിന്നണി ഗായകൻ നരേഷ് അയ്യർ, നിത്യ മാമൻ, അമൃത സുരേഷ്, അപർണ, മാധവൻ നായർ എന്നിവർ നയിച്ച മെഗാ മ്യൂസിക് ഷോയും അരങ്ങേറി. സപ്പനം കണ്ടു കൺവിഴിച്ച സപ്പനം കണ്ടു യുവധാര മുഖമാസികയുടെ YLF ജില്ലാതല മത്സരത്തോടനുബന്ധിച്ച് നടത്തിയ ജില്ലാതല നാടൻപാട്ട് മത്സരത്തിൽ DYFI ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ എഗർ കലാസംഘം ആറാട്ടുപുഴ ജേതാക്കളായി. ചാലക്കുടി ബ്ലോക്ക് 2ാമതും തൃശൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലാതല മത്സരങ്ങൾ കേരളവർമ്മ കോളേജിൽ C. രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മഴ കറുത്തേ മലയരികെ മഴ പെയ്തേ ആ വെള്ളം തോടരികെ വന്നേ മാനത്തെ മഴ കറുത്തേ മലയരികെ മഴ പെയ്തേ ആ വെള്ളം തോടരികെ വന്നേ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ തിറവെള്ളാട്ട് മഹോത്സവം 5ാം ദിവസം പിന്നിട്ടു. 5ാം ദിവസം ഷൊർണൂർ അമൃതവർഷിണി സംഗീത വിദ്യാലയത്തിലെ അധ്യാപിക നിഷ മനോജും വിദ്യാർത്ഥികളും സംഗീത കച്ചേരി നടത്തി. വലപ്പാട് സ്നേഹക്കൂട്ടായ്മ പ്രവർത്തനം തുടങ്ങി സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമചന്ദ്ര എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പകൽ വീട്ടിലെ അമ്മമാർക്കായി ചേർന്ന് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചുകൊണ്ടാണ് കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടത്. വി മോഹനൻ അധ്യക്ഷത വഹിച്ചു. CA പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ PV ശ്രീലക്ഷ്മി, NCC ബെസ്റ്റ് കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട TL ദേവാനന്ദ്, കലാതിലകം ഷൈസ പർവീൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പകൽ വീട്ടിലെ അമ്മമാരുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ അജ്മൽ, ജിഷ്ണു താന്യം, ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ, NS ധർമ്മൻ, CK വത്സല തുടങ്ങിയവർ നേതൃത്വം നൽകി.
വാടാനപ്പള്ളിയിൽ ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തുന്നതിനിടെ യുവാവ് പോലീസ് പിടിയിലായി. വാടാനപ്പള്ളി ബീച്ച് ആനവളവ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ 40 വയസ്സുള്ള ഫൈസലിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി പുതുക്കുളങ്ങര ശ്രീ സുബ്രഹ്മണ്യം ബാലശാസ്ത്ര ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണശ്രമം നടത്തുന്നതിനിടയിലാണ് വാടാനപ്പള്ളി ബീച്ച് ആനവളവ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ 40 വയസ്സുള്ള ഫൈസലിനെ വാടാനപ്പള്ളി SI ശ്രീലക്ഷ്മിയും സംഘവും അറസ്റ്റ് ചെയ്തത്. ഫൈസൽ തൃപ്രയാറിൽ നിന്നും മോഷ്ടിച്ചുപയോഗിച്ചു വന്നിരുന്ന ബൈക്കും കണ്ടെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ SIമാരായ റഫീഖ്, ഷാഫി യൂസഫ്, ASI രഘുനാഥ്, സീനിയർ CPO രാജ്കുമാർ, വിനോദ്, പ്രദീപ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സുനീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7215 രൂപ, പവന് 57,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് കൊടിയിറങ്ങി. സമാപന സമ്മേളനത്തിൽ വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് തിരുവള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് കാനാടിക്കാവ് സാന്ത്വനം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതി സ്വാമി നിർവഹിച്ചു. യുവധാര മുഖമാസികയുടെ YLF ജില്ലാതല മത്സരത്തോടനുബന്ധിച്ച് നടത്തിയ ജില്ലാതല നാടൻപാട്ട് മത്സരത്തിൽ DYFI ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ എഗറ കലാസംഘം ആറാട്ടുപുഴ ജേതാക്കളായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.